ഇവിടെ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ ഗവൺമെന്റ് സീറ്റിൽ പഠിക്കാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ അത് എപ്പോഴും അത് തന്നെയാണ് നല്ലത്. കാരണം ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഉള്ള ഒരു മെഡിസിന്, എസ്പെഷ്യലി മെഡിസിന് ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ. റഷ്യ, യുക്രൈൻ, ചൈന ഇതൊക്കെ വലിയ മാർക്കറ്റ്സ് ആയിരുന്നു. പക്ഷെ നിലവിൽ ഇപ്പം അതൊന്നും ഇല്ല. സ്റ്റുഡൻസ് നോർമലി ചെയ്യുന്നത് ഇന്ത്യയിൽ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ എങ്ങനെയെങ്കിലൊക്കെ ഈ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ കയറാൻ ശ്രമിക്കുക, പൈസ നോക്കാതെ കയറാൻ ശ്രമിക്കുക. വളരെ കുറഞ്ഞ ട്യൂഷൻ ഫീസിൽ നിങ്ങൾക്ക് മെഡിസിൻ പഠിക്കാം എന്നല്ല, വളരെ ലോ ട്യൂഷൻ ഫീസിൽ മെഡിസിൻ പഠിക്കാം എന്നുള്ളൊരു ആഡ്സ് ആണ് ഈ സമയത്ത് കാണുന്നത്. എന്താണ് ഇതിനകത്തുള്ള ട്രൂത്ത്? അതായത് ഇത് കഴിഞ്ഞിട്ട് സ്റ്റുഡൻസ് ഒരു ട്രാപ്ഡ് ആയിട്ടുള്ള അവസ്ഥയാണോ? എന്താണ് ഇതിനകത്ത് അവർക്ക് അത് കഴിഞ്ഞിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ലിമിറ്റ് ചെയ്യപ്പെടുമോ? നിങ്ങൾ അവിടുത്തെ MBBS എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ഒരു ഡിഗ്രി അല്ലത്. ഇത് ഗവൺമെൻറ് നിങ്ങൾക്ക് തരുന്ന ഒരു അപ്രൂവലാണ്. നിങ്ങൾക്ക് ഇനി പേഷ്യൻസിന് ഈ ലെവലിൽ ചികിത്സിക്കാം. നഴ്സിംഗും ഏകദേശം ഇങ്ങനെ തന്നെ ഒരു ഗവൺമെൻറ് അപ്രൂവലാണ് വേണ്ടത്. കൂടുതൽ പിള്ളേർ ധൃതി കാണിച്ചിട്ടാണ് എങ്ങനെയും ഒരു അഡ്മിഷൻ കിട്ടണം, മെഡിസിന് ചേരണം. അപ്പോൾ അങ്ങനെ ഓടിച്ചാടി കൂടുതൽ അന്വേഷിക്കാണ്ട് ഓരോ രാജ്യങ്ങൾ സെലക്ട് ചെയ്യും. ഇപ്പോൾ ഇപ്പോഴത്തെ കറൻറ്റ് സിനാരിയോ വെച്ചിട്ട് ഈ യുക്രൈൻ, റഷ്യ, ചൈന അത്ര വലിയ മാർക്കറ്റ്സ് ആയിരുന്നു. ഇന്ത്യൻ സ്റ്റുഡൻസ് പോണ വലിയ മാർക്കറ്റ്സ് ആയിരുന്നു. അപ്പോൾ നിലവിൽ ഇതൊന്നും അത്രയും ആക്റ്റീവ്ലി പോപ്പുലർ അല്ല. അവിടെ പോയി പഠിച്ചിട്ട് വന്നൊരു സർട്ടിഫിക്കറ്റും കൊണ്ട് വന്നു, പക്ഷെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എക്സാം എഴുതണം, എക്സാം എഴുതി പാസ്സാവണം. പക്ഷേ എക്സാം എഴുതി പാസ്സാവണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ 90%, 80% എന്നല്ല. ഇത് പേരൻസിന് ഇപ്പോൾ അവയർനെസ് ഇല്ല ഇതിനെ പറ്റിയിട്ട്. പഠിച്ചിറങ്ങിയപ്പോൾ നിന്ന ഒരു രാജ്യം മോശമെന്നല്ല പറയുന്നത്. അവിടെ പഠിച്ചിറങ്ങിയ പിള്ളേരോട് പോയി ചോദിക്കണം, എന്താണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്, എത്ര സമയം എടുത്ത് നിങ്ങൾ ഇത് പാസ്സായേ, ഈ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടേക്കാണ് ഓപ്പർച്യൂണിറ്റി, എത്രയാണ് സാലറി, അതാണല്ലോ നിങ്ങളുടെ ഡ്രീം. നിങ്ങൾ മെഡിസിൻ പഠിക്കുക എന്നുള്ളതല്ലല്ലോ, ഡോക്ടറായിട്ട് ജീവിക്കുക എന്നുള്ളതാണല്ലോ. നീറ്റിന്റെ റിസൾട്ട്സ് ഒക്കെ വന്നു നിൽക്കുന്ന സാഹചര്യമാണ്. ഒരുപാട് സ്റ്റുഡൻസ് MBBS എന്നുള്ള ഡ്രീം പെർസ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ സ്റ്റുഡൻസിന് ഇന്ത്യയിലും വിദേശത്തുമായിട്ടുള്ള ഓപ്ഷൻസ്, ആൻഡ് ഈ ഓപ്ഷൻസ് ചൂസ് ചെയ്യുമ്പോൾ അവരെന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിൽ വെക്കേണ്ടത്, ആൻഡ് അവരുടെ കരിയറിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് അവർക്കുണ്ടാവും, ഇതിനെയൊക്കെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ആൻഡ് ടു ജോയിൻ ദ ഡിസ്കഷൻ വി ഹാവ് ദ CEO ഓഫ് എംപയർ ഓവർസീസ് എഡ്യൂക്കേഷൻ, മിസ്റ്റർ നിതിൻ നോവർ വിത്ത് us. ഹായ് സർ. ഹലോ. അപ്പോൾ പറഞ്ഞ പോലെ നീറ്റിൻ്റെ റിസൾട്ട്സ് ഒക്കെ വന്ന് നിൽക്കുകയാണ്. 67 സ്റ്റുഡൻസിനാണ് ഫുൾ മാർക്സ് ഉള്ളത്. ചില ഡിസ്ക്രീപ്പൻസീസ് ഉണ്ടെങ്കിൽ പോലും കട്ട് ഓഫ് ലൈക്ലി ഹൈ ആയിരിക്കും എന്നുള്ള കാര്യമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ കട്ട് ഓഫിന് താഴെ വരുന്ന സ്റ്റുഡൻസിന് എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്? ഓൾമോസ്റ്റ് 23 lakhs സ്റ്റുഡൻസ് നീറ്റിന് അപ്പിയർ ചെയ്തിട്ടുണ്ട് ഓൾ ഇന്ത്യയിൽ. പിന്നെ അതിൽ നിന്ന് ഓൾമോസ്റ്റ് 13 lakhs സ്റ്റുഡൻസിനാണ് ഇപ്പോൾ നീറ്റ് ക്വാളിഫൈ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആലോചിക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 55,000 ഗവൺമെൻറ് സീറ്റ്സ് ഉള്ളത്. അവിടെ കിട്ടുന്ന എല്ലാ കുട്ടികൾക്കും അത് തന്നെ പെർസ്യൂ ചെയ്യുക. നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റവും ഈ ഗവൺമെൻറ് കോളേജസിലെ എഡ്യൂക്കേഷനും അതിനകത്തൊരു ക്വസ്റ്റ്യൻ ഇല്ല. പക്ഷേ എന്നാൽ കൂടിയും ഈ 13 ലക്ഷം പിള്ളേർ ക്വാളിഫൈ ആയിട്ടുള്ളതിൽ ആകെ ഒരു 55,000-60,000 സീറ്റാണ് നമുക്ക് മെറിറ്റ് സീറ്റിൽ കിട്ടുന്നത്. ബാക്കി ഓൾമോസ്റ്റ് ഒരു 50,000 to 60,000 സീറ്റ്സാണ് പ്രൈവറ്റ് കോളേജസിൽ, ഈ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ഡീംഡ് യൂണിവേഴ്സിറ്റീസിലൊക്കെ ആയിട്ടുള്ളത്. അവിടെയും പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പെൻസീവ് അഫെയർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻസ് ഓൺ പല സ്ഥലത്തും പല റേറ്റ്സാണ്. പല സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഓരോ സ്റ്റേറ്റ്സിനും ഡിഫറെൻറ്റ് സിറ്റുവേഷനാണ്. അപ്പോൾ എന്നാലും ഈ 10-12 ലക്ഷം, ഈ ഒരു ലക്ഷം അല്ലെങ്കിൽ 1,20,000 സീറ്റാണ് നമുക്ക് ഇന്ത്യയിലാകെ ഉള്ളൂ. ബാക്കി ഈ ഇപ്പോൾ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ ഒരു 11-12 ലക്ഷം സ്റ്റുഡൻസ് എന്നാലും ആ ആഗ്രഹം വേണ്ടാന്ന് വെക്കേണ്ട ഒരു സാഹചര്യമാണ് നോർമലി ഉള്ളത്. ഇപ്പോൾ ഇവിടെ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ ഗവൺമെൻറ് സീറ്റിൽ പഠിക്കാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ അത് എപ്പോഴും അത് തന്നെയാണ് നല്ലത്. കാരണം ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഉള്ളൊരു മെഡിസിന്, എസ്പെഷ്യലി മെഡിസിന് ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ. ഇവിടുത്തെ ഡോക്ടേഴ്സിനൊക്കെ വേൾഡ് വൈഡ് ഭയങ്കര ഡിമാൻഡുള്ള ഡോക്ടേഴ്സാണ് ഇന്ത്യൻ ഡോക്ടേഴ്സിന്. ലോകത്തെല്ലായിടത്തും ഭയങ്കര അവരുടെ പ്രൊഫഷൻ ഇച്ചിരി സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഇന്ത്യൻ ഡോക്ടേഴ്സ് ഒരു സ്പെഷ്യലിസ്റ്റ് ഇതിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് കുറേ പേര് മൈഗ്രേറ്റ് ചെയ്ത് ഡോക്ടേഴ്സ് വിദേശത്ത് പോയിട്ട് വളരെ നല്ല ലെവലിൽ അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്. പക്ഷേ എന്നാൽ ഇപ്പോൾ പ്രൈവറ്റിൽ പോയി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലവാകുന്ന പൈസ നമുക്കിപ്പോൾ ഒരു 2 ലക്ഷത്തിന് തുടങ്ങി, നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് 2 ലക്ഷം തുടങ്ങി 20-25 ലക്ഷം രൂപ ഒരു കൊല്ലം കൊടുക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. അതിൽ കൂടുതലും കൊടുത്ത് പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ. ഇതിനകത്ത് ഇപ്പോൾ ഇത്രയും ഹൈ ഡിമാൻഡ് ആയതുകൊണ്ട് അതനുസരിച്ച് അതിനകത്ത് ബാർഗെയിനിങ് നടക്കുന്നുണ്ട്. അപ്പോൾ പല റേറ്റിലാണ് പിള്ളേർ പഠിക്കുന്നത്. അതൊരു ഓപ്ഷനാണ്. ഇന്ത്യയിൽ കിട്ടിയവർക്ക് ഇന്ത്യയിൽ പഠിക്കാം. അപ്പോൾ
ബാക്കിയുള്ളവരിപ്പം ഒരു ഡ്രോപ്പും കൂടി എടുക്കണോ മേ ബി നെക്സ്റ്റ് ടൈം? അപ്പോൾ നടക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ഓക്കെ ഈ MBBS എന്ന ഡ്രീം നമുക്ക് കളയാൻ പറ്റില്ല. ചെറുപ്പത്തിലെ വളരെ ഒരു 8ാം ക്ലാസ് 7ാം ക്ലാസ് തൊട്ട് കുട്ടികൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോൾ അവരുടെ പേരൻസ് ആയാലും കുട്ടികളായാലും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹമാണ് എനിക്ക് ഡോക്ടർ ആവണം എന്നുള്ളത്. പക്ഷേ നമ്മൾ വെൻ യു ആർ കോമ്പീറ്റിംഗ് വിത്ത് ദ ബെസ്റ്റ് പീപ്പിൾ, നമ്മൾ ഇങ്ങനെ ഒരു നീറ്റിൻ്റെ പോലത്തെ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ നിങ്ങളെക്കാളും മിടുക്കന്മാരായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് ഫസ്റ്റ് ആവാനോ ദ ബെസ്റ്റ് ആവാനോ പറ്റാത്ത സാഹചര്യം വരുന്നത്. ഈ നീറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. അപ്പോൾ അതിൽ ഡിസപ്പോയിൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്തായാലും ഇത് ഇത്ര 5-6 വർഷം നമ്മൾ എല്ലായിടത്തും ഞാൻ ഡോക്ടർ ആവാൻ പോകാന്നുള്ള ആഗ്രഹവും പറഞ്ഞ് ചെയ്തപ്പോൾ അവിടെ തന്നെ പോവും വേണം. സ്റ്റുഡൻസ് നോർമലി ചെയ്യുന്നത് ഇന്ത്യയിൽ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഈ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ കയറാൻ ശ്രമിക്കുക, പൈസ നോക്കാതെ കയറാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പിന്നെ വിദേശത്ത് ശ്രമിക്കുക. വിദേശത്ത് അങ്ങനെ പോണ കുറേ സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പം റഷ്യ, യുക്രൈൻ, ചൈന ഇതൊക്കെ വലിയ മാർക്കറ്റ്സ് ആയിരുന്നു. പക്ഷെ നിലവിൽ ഇപ്പം അതൊന്നും ഇല്ല. ഇപ്പോൾ ഫിലിപ്പീൻസ്, നമുക്ക് ഈ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൽ ഉണ്ട്, പിന്നെ യൂറോപ്പിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഓപ്ഷൻസ് സ്റ്റുഡൻസിനുണ്ട്. സ്റ്റുഡൻസ് ഇതിലൊക്കെ ഒന്ന് തിരഞ്ഞെടുക്കാൻ നോർമലി ചെയ്യില്ല. വളരെ കുറഞ്ഞ ട്യൂഷൻ ഫീസിൽ നിങ്ങൾക്ക് മെഡിസിൻ പഠിക്കാം എന്നല്ല, വളരെ ലോ ട്യൂഷൻ ഫീസിൽ മെഡിസിൻ പഠിക്കാം എന്നുള്ളൊരു ആഡ്സ് ആണ് ഈ സമയത്ത് കാണുന്നത്. എന്താണ് ഇതിനകത്തുള്ള ട്രൂത്ത്? അതായത് ഇത് കഴിഞ്ഞിട്ട് സ്റ്റുഡൻസ് ഒരു ട്രാപ്ഡ് ആയിട്ടുള്ള അവസ്ഥയാണോ? എന്താണ് ഇതിനകത്ത് അവർക്ക് അത് കഴിഞ്ഞിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ലിമിറ്റ് ചെയ്യപ്പെടുമോ? അല്ല, ഇതിനകത്ത് എല്ലാത്തിനും കുറിച്ചൊരു അവയർനെസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഓരോ സ്ഥലത്തെ വിദ്യാഭ്യാസവും ഒരേ പോലെയാണ്. അത് നമുക്ക് ധൃതി എന്ന് പറഞ്ഞാൽ MBBS സീറ്റ് എങ്ങനെയും മേടിക്കുക എന്നുള്ളൊരു ഐഡിയയിൽ നമ്മൾ പോയി ഓരോ രാജ്യത്തോ ഓരോ കോളേജസിലോ പോയി ചേരും, പല ആഗ്രഹങ്ങളും കോംപ്രമൈസ് ചെയ്തുകൊണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, അവിടെ പഠിച്ചാൽ നമുക്ക് ആ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ കിട്ടുമോ, 1. 2 നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ. ഇപ്പം നിങ്ങൾ കൂടുതൽ ആൾക്കാർ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ അവർ വീടൊക്കെ കൊളാറ്ററിൽ വെച്ചിട്ടാണ് പിള്ളേർക്ക് എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് കൊടുത്തിട്ടൊക്കെയാണ് ഇവരിത് പഠിപ്പിക്കുന്നത്. വേറെ കാറ്റഗറി ഓഫ് ആൾക്കാർ ആ ഡോക്ടർ ആവണം, ആ ഒരു ഡിഗ്രിയുടെ ഇമ്പോർട്ടൻസിന് മാത്രം വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ആവശ്യം അനുസരിച്ചാണ്. നിങ്ങൾ ചീപ്പറായിട്ടൊരു പേര് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് വെറുതെ ഒരു ഡോക്ടറായാൽ മതി, പറയുമ്പോൾ ഒരു ഡോക്ടറായാൽ മതി എന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷെ നിങ്ങൾക്കൊരു കരിയർ ബിൽഡ് ചെയ്ത് അതിനൊരു കരിയർ ബിൽഡ് ചെയ്യാൻ അതിനൊരു സക്സസ്ഫുൾ ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി സ്റ്റുഡൻസ് ഒന്നും കൂടി ആലോചിച്ചിട്ടും നല്ല രീതിയിൽ അന്വേഷിച്ചിട്ട് വേണം ഏതെങ്കിലും കൺട്രി ചൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ ഒരു സ്റ്റുഡൻറ്റ് പുറത്ത് MBBSന് ട്രൈ ചെയ്യുമ്പോൾ അവരെന്തൊക്കെയാണ് നോക്കുന്നത്? ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ, ഒരു കൺട്രി സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിൽ വെക്കേണ്ടത്? ട്യൂഷൻ ഫീസ് എന്നുള്ള ഒരു ക്രൈറ്റീരിയ മാത്രമാണോ? എന്തൊക്കെയാണ് അവർ വേറെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ? അതിനോടൊപ്പം പേരൻസിന് ഏത് രീതിയിലാണ് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുക? എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ MBBS പഠിച്ചാലും നിങ്ങൾക്ക് ഒരു ഇപ്പം നോർമലി ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, യുക്രൈൻ, റഷ്യ, ചൈന ഇങ്ങനത്തെ കൺട്രീസിൽ പോയി നിങ്ങൾക്ക് പഠിക്കാം, അല്ലെങ്കിൽ വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്, അവിടെ പോയി പഠിക്കാം. പക്ഷെ അവിടെയുള്ള പഠിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പോയി MBBS പഠിക്കുന്നു. പക്ഷെ നിങ്ങൾ അവിടുത്തെ MBBS എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കൊരു ഡിഗ്രി അല്ലത്. ഒരു ഗവൺമെൻറ് നിങ്ങൾക്ക് തരുന്ന ഒരു അപ്രൂവലാണ്. നിങ്ങൾക്ക് ഇനി പേഷ്യൻസിന് ഈ ലെവലിൽ ചികിത്സിക്കാം. നഴ്സിംഗും ഏകദേശം ഇങ്ങനെ തന്നെ ഒരു ഗവൺമെൻറ് അപ്രൂവലാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളൊരു കൺട്രി പോയി MBBS പഠിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ രാജ്യത്തെ ഡോക്ടറാവണം. ആ രാജ്യത്തെ ഡോക്ടർ ആയതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ, അവിടെ തന്നെ സെറ്റിൽ ആവാനാണെങ്കിൽ ഓക്കെ. പക്ഷേ ഈ പറഞ്ഞ കൺട്രീസിലൊന്നും അങ്ങനെ ഒരു ഓപ്ഷൻസ് ഇല്ല. അതാണ് പ്രശ്നം. കണ്ടിന്യൂ ചെയ്യുമ്പോൾ വേറെ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജും കൂടി അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ചൈനയിൽ പോയി പഠിച്ചു, നിങ്ങൾ അവിടെയുള്ള പേഷ്യൻസിനെ ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചൈനീസ് അറിയണം. ഇപ്പോൾ റഷ്യയിലാണെങ്കിൽ റഷ്യൻ അറിയണം. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന് പിന്നെ അങ്ങനെ ഒരു പ്ലാനും ഇല്ല. കാരണം അവിടെ അത്രയും വെൽ പെയ്ഡോ അവിടെ സെറ്റിൽ ആവാനുള്ള ആഗ്രഹിച്ച് പോണ കുട്ടികളല്ല കൂടുതലും. അവിടെ പോയി പഠിച്ച് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്ന് ജോലി ചെയ്യാം എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ അതിൻ്റെ വഴികളും അത് കഴിഞ്ഞ് എന്തൊക്കെ ചെയ്യണം, അതിൻ്റെ റൂൾസ് എല്ലാ വർഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 6 വർഷത്തൊരു 5 വർഷം 6 വർഷമൊക്കെയാണ് ഒരു MBBSൻ്റെ പ്രോഗ്രാം വിദേശത്ത് വരുന്നത്. അപ്പം റൂൾസ് ഈ 6 വർഷത്തിൽ പലതും മാറും, ഒരു ഗവൺമെൻറ് മാറും, പല കാര്യങ്ങളും വരും. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പഠിച്ചിട്ട് തിരിച്ചെങ്ങനെ ഇവിടെ വന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ്. നമ്മളിപ്പോൾ ഒരു 30 ലക്ഷമോ 20 ലക്ഷമോ മുടക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് എങ്ങനെ അത് തിരിച്ചുണ്ടാക്കാൻ പറ്റും എന്നുള്ളതും കൂടി ചിന്തിക്കണം സ്റ്റുഡൻസ്. കൂടുതലും ഉള്ളവർ ധൃതി കാണിച്ചിട്ടാണ് എങ്ങനെയും ഒരു അഡ്മിഷൻ കിട്ടണം, മെഡിസിന് ചേരണം. അപ്പോൾ അങ്ങനെ ഓടിച്ചാടി കൂടുതൽ അന്വേഷിക്കാണ്ട് ഓരോ രാജ്യങ്ങൾ സെലക്ട് ചെയ്യും. ഇപ്പോൾ ഇപ്പോഴത്തെ കറൻറ്റ് സിനാരിയോ വെച്ചിട്ട് ഈ യുക്രൈൻ, റഷ്യ, ചൈന അത്ര വലിയ മാർക്കറ്റ്സ് ആയിരുന്നു. ഇന്ത്യൻ സ്റ്റുഡൻസ് പോണ വലിയ മാർക്കറ്റ്സ് ആയിരുന്നു. അപ്പോൾ നിലവിൽ ഇതൊന്നും അത്രയും ആക്റ്റീവ്ലി പോപ്പുലർ അല്ല. ഇപ്പോൾ ചൈനയിൽ നമ്മുടെ കൺട്രി ആയിട്ട് ഡിപ്ലോമാറ്റിക് ടെൻഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ ഇഷ്യൂസ് അങ്ങനെ. അപ്പോൾ അവിടേക്ക് അധികം ആൾക്കാർ ഇപ്പോൾ പോകുന്നില്ല. റഷ്യയിലും ഇപ്പോൾ യുക്രൈൻ എന്ന് പറഞ്ഞ രാജ്യം തന്നെ ഒരു യുദ്ധാവസ്ഥയിലാണ്, റഷ്യയും യുദ്ധാവസ്ഥയിലാണ്. അവിടെ ഇന്ത്യൻ സ്റ്റുഡൻസ് പോകുന്നുണ്ട്.
എന്നാലും പഴയ അത്ര പണ്ട് പോണ അത്ര പിള്ളേരുടെ ഫ്ലോ ഇല്ല. ഇപ്പോൾ കുറേ വേറെ രാജ്യങ്ങളാണ്, ഇപ്പോൾ അർമീനിയ, കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ജോർജിയൊക്കെ വളരെ പോപ്പുലർ കൺട്രിയാണ് MBBS പഠിക്കാനോ സ്റ്റുഡൻസിന്. അപ്പോൾ ഇതൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ കുറേ പുതിയ യൂണിവേഴ്സിറ്റീസും വരുന്നുണ്ട് എന്നുവെച്ചാൽ ഇതേവരെ, കാരണം അത്രയും സീറ്റ്സ് ഉണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 11 ലക്ഷം സീറ്റ് ബാക്കി എടുക്കുക, അത്രയും പിള്ളേർ ആഗ്രഹം കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ ദിവസവും പുതിയ യൂണിവേഴ്സിറ്റീസ് മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക, അവിടുന്ന് അത് നമുക്കും പറയാൻ പറ്റില്ല അത് നല്ലതാണോ മോശമാണോ, കാരണം അവിടുന്ന് പിള്ളേർ പഠിച്ച് ഗ്രാജുവേറ്റ് ആയിട്ടില്ല, പിള്ളേർ പഠിച്ച് ഇറങ്ങിയിട്ടില്ല. മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ അങ്ങനെയാണ് സിറ്റുവേഷൻ. അപ്പോൾ എൻഡ് ഓഫ് ദി ഡേ എന്താണ്, നിങ്ങളെല്ലാവരും പഠിക്കാൻ പോണ പിള്ളേരെല്ലാവരും തിരിച്ച് എവിടേക്ക് വരണം, ഇന്ത്യയിലേക്ക് വരണം. ഇന്ത്യയിൽ വന്നിട്ട് വീണ്ടും MCAയുടെ എക്സാം എഴുതണം, വീണ്ടും എക്സാം എഴുതിയിട്ട് പാസ്സാവണം. അപ്പോൾ അതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കോളേജ് എടുക്കുമ്പോൾ അവിടെ പഠിച്ചിട്ട് ഇവിടെ വന്ന് MCA എഴുതി പാസ്സാവണുണ്ടോ നാട്ടിലെ സ്റ്റുഡൻസ്. ഇപ്പം ഇന്ന കൺട്രിയിൽ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികളുടെ എത്രയാണ് പാസിംഗ് പെർസെൻറ്റേജ് ഇവിടെ, അതാണല്ലോ നിങ്ങളുടെ ഓപ്ഷൻ. പാസിംഗ് പെർസെൻറ്റേജ് നോക്കിയിട്ട് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക. അപ്പോൾ കൂടുതലും ഇന്ത്യയിൽ നിന്ന് മൊത്തം ഞാൻ ഒരു ഡേറ്റ വായിച്ചപ്പോൾ ഞാൻ കണ്ട് ഓൾമോസ്റ്റ് ഒരു 17 to 20% സ്റ്റുഡൻസ് മാത്രമേ അപ്പിയർ ചെയ്യുന്നതിൽ പാസ്സാവുള്ളൂ. അപ്പോൾ ഈ പഠിച്ചിറങ്ങിയ പിള്ളേർ കമ്പാരറ്റീവ്ലി ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്ന എക്സാമാണ് നമുക്ക് ഈ ഫൈനൽ എക്സാം. പക്ഷേ ആ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നമുക്ക് ഓൾറെഡി കിട്ടാത്ത പിള്ളേരാണല്ലോ പുറത്തേക്ക് നോക്കണത്. അപ്പോൾ അവർക്ക് വീണ്ടും ഒരു ലോ ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് ഈ പറഞ്ഞ സ്ഥലത്ത് നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇവരെ വീണ്ടും ഒരു കോമ്പറ്റീഷന് വരാമെന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ 17 to 20% എന്ന് പറയുമ്പം പിള്ളേർ ഒരു അറ്റംപ്റ്റിലൊന്നും അല്ല ഇത് പാസ്സാവുന്നത്, പല അറ്റംപ്റ്റ്സിലാണ് പാസ്സാവുന്നത്. അപ്പോൾ ചിലവർ പഠിച്ച പിള്ളേർ 5 വർഷം 6 വർഷം എടുത്തിട്ട് പാസ്സാവണം വരുന്നത് അവരുടെ മിസ്റ്റേക്ക് അല്ല, അവർക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടി പുറത്ത് പോയപ്പോൾ അല്ല. അതാണ് ഞാൻ അവിടെ പഠിക്കാൻ എന്താ പറയുക, അവിടെ പോയി പഠിച്ചിട്ട് വന്നൊരു സർട്ടിഫിക്കറ്റ് കൊണ്ട് വന്നു, പക്ഷെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എക്സാം എഴുതണം, എക്സാം എഴുതി പാസ്സാവണം. പക്ഷേ എക്സാം എഴുതി പാസ്സാവണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ 90% 80% എന്നല്ല, ഇത് പേരൻസിന് ഇപ്പോൾ അവയർനെസ് ഇല്ല ഇതിനെ പറ്റിയിട്ട്. പിള്ളേരെ എങ്ങനെയെങ്കിലും അഡ്മിഷൻ കിട്ടുക. പക്ഷെ നിങ്ങളെ പാസിംഗ് പെർസെൻറ്റേജിൻ്റെ ഡാറ്റ MCAയുടെ സൈറ്റിലുണ്ട്. അപ്പോൾ അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഓരോ യൂണിവേഴ്സിറ്റിയുടെ എത്രയാണ് ഇപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷനാണ്. അത് നിങ്ങൾക്ക് സൈറ്റിലുണ്ട്, സൈറ്റ് ആക്സസ് ചെയ്യാം. അപ്പോൾ ഇതിൽ യൂണിവേഴ്സിറ്റി ആരെയും സജസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫാക്ടറാണ്. അപ്പോൾ അവിടെ ആ കൺട്രിയിൽ തന്നെ പഠിച്ച് അവിടെ തന്നെ ഇൻ കേസ് നാട്ടിലേക്ക് വരാൻ പറ്റിയില്ലെങ്കിലും അവിടെ തന്നെ വർക്ക് ചെയ്യാൻ പറ്റി, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് നമുക്ക് തിരിച്ച് പിടിക്കാൻ പറ്റിയ കൺട്രീസ് ഏതൊക്കെയാണ്? പറഞ്ഞില്ലേ, അല്ലാതും നിങ്ങളുടെ എല്ലാ കുട്ടികളും ഒരേപോലെയല്ല പഠിക്കുന്നത്. ഇപ്പോൾ റിസ്വാന നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചർ എല്ലാവരും ഒരേപോലെ പഠിപ്പിക്കുന്നത്, പക്ഷെ എല്ലാവർക്കും ഒരു മാർക്കല്ല. പക്ഷേ എന്നാൽ കൂടിയും യൂണിവേഴ്സിറ്റി ഇൻ ജനറൽ റിയാലിറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് ഈ ബാക്കി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 20% പിള്ളേർ പാസ്സാവണം. 20% പിള്ളേർ പാസ്സായാലും ഇവിടെ വീണ്ടും ഹൗസ് സർജൻസി ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾ അവിടുന്ന് പഠിച്ച് ഇറങ്ങിയതുകൊണ്ട് തന്നെ ഓടി വന്ന എക്സാം ചെയ്തേ പാസ്സാവില്ല. ഒരു കൊല്ലം അതിന് വേണ്ടി വേറെ പ്രിപ്പയർ ചെയ്യണം, ഈ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ ആ എക്സാം പാസ്സാവാനായിട്ട്. അപ്പോൾ ഒരു 1 year നിങ്ങളുടെ എല്ലാവരും കാര്യമല്ല പറഞ്ഞാൽ ചില പിള്ളേർ ഒറ്റയടിക്ക് പാസ്സാവുന്നവരുണ്ട്. പക്ഷേ ഞാൻ ഭൂരിഭാഗം പിള്ളേരുടെ കേസ് ഇപ്പോൾ ഈ 20-80 ആണ് റേഷ്യോ എന്ന സ്ഥിതിക്ക് 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം എടുത്തിട്ടൊക്കെയാണ് ഇവർ ഇത് പാസ്സാവണത്. ഈ പാസ്സായിട്ട് വീണ്ടും ഒരു വർഷം ഹൗസ് സർജൻസി ചെയ്യണം. ഈ ഒരു വർഷം ഹൗസ് സർജൻസി ചെയ്ത് കഴിയുമ്പോഴാണ് അവർ ഒരു പ്രോപ്പർ ഡോക്ടറായിട്ട് അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഡോക്ടർ എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് ഇപ്പോൾ 500 ജില്ലാനും മെഡിക്കൽ കോളേജസ് ഉണ്ട് ഗവൺമെൻറ്. മൊത്തം ഒരു 1200 മെഡിക്കൽ കോളേജ് ഇന്ത്യയിൽ പ്രൈവറ്റും ഗവൺമെൻറ്റായിട്ടുണ്ട്. പണ്ടെന്ന് പറയുന്നത് ഇതിൻ്റെ എണ്ണം വളരെ കുറവായിരുന്നു. അപ്പോൾ അന്ന് ഈ പുറത്ത് പോകുന്ന പരിപാടിയും തുടങ്ങിയിട്ട് ഒരു 10-20 വർഷമായിട്ടുള്ളൂ. അപ്പോൾ അന്ന് ഡോക്ടറിന് ഹൈ ഡിമാൻഡാണ്, അവർക്ക് അത്രയും സാലറിയും നിങ്ങൾ ഉദ്ദേശിക്കുന്ന റെസ്പെക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് പിള്ളേരെ വേറെ കൺട്രീസിലൊക്കെ പഠിച്ച് തിരിച്ച് ഇന്ത്യയിലേക്ക് വരണേ. അപ്പോൾ അവർ ഈ ഒരു അത്രയും എന്താ പറയുക, പണ്ടത്തെ ഡോക്ടേഴ്സിന് കിട്ടുന്ന റെസ്പെക്റ്റോ സാലറി ഒന്നും ഇന്നത്തെ ഡോക്ടേഴ്സിന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇപ്പോഴത്തെ അവരുടെ മാർക്കറ്റും കൂടി സ്റ്റഡി ചെയ്യണം. ഞാൻ പറയുന്നത് കേൾക്കാമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പഠിച്ച് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന പിള്ളേരുടെ നിങ്ങൾ ഏജൻസ് പറഞ്ഞു കേട്ടിട്ട് കാര്യമില്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടും കാര്യമില്ല. മനസ്സിലായോ? നിങ്ങൾ പഠിച്ചിറങ്ങിയ ഇപ്പോൾ നിങ്ങൾ ഇന്ന ഒരു രാജ്യം മോശമെന്നല്ല പറയുന്നത്, അവിടെ പഠിച്ചിറങ്ങിയ പിള്ളേരോട് പോയി ചോദിക്കണം എന്താണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്, എത്ര സമയം എടുത്ത് നിങ്ങൾ ഇത് പാസ്സായേ, ഈ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടേക്കാണ് ഓപ്പർച്യൂണിറ്റി, എത്രയാണ് സാലറി. അതാണല്ലോ നിങ്ങളുടെ ഡ്രീം. നിങ്ങൾ മെഡിസിൻ പഠിക്കുക എന്നുള്ളതല്ലല്ലോ, ഡോക്ടറായിട്ട് ജീവിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് നല്ല രീതിയിൽ തറവായിട്ട്
ഡോക്ടേഴ്സിനോട് പോയി അന്വേഷിച്ച് ചോദിച്ചതിന് ശേഷമാണ് ഒരു ഡിസിഷൻ എടുക്കുകയായിരിക്കും നല്ലത്. അതായത് ഇപ്പോൾ ഇങ്ങനൊരു ഡിസിഷൻ എടുക്കേണ്ടതെന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബബ്ലി ഒരു 18-year-old ആയിരിക്കും. അപ്പം നമ്മളുടെ നാട്ടിലെ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് ദേ ആർ സ്റ്റിൽ കൺസിഡേർഡ്. അതാണ് പേരൻസ് ചെയ്യണത്. പേരൻസ് എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു രാജ്യത്ത് പോയി പഠിച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടും ഇത് കിട്ടും എന്ന് ഒരാൾ പറയുമ്പോൾ, ഞാനടക്കം ആരായാലും എന്ത് പറയുമ്പോൾ, അവിടെ പഠിച്ച അവിടുത്തെ ഗ്രാജുവേറ്റ്സിന്റെ ലൈഫ് സ്റ്റൈൽ അന്വേഷിക്കുക. അവർ എത്ര എഫേർട്ട് ഇട്ടിട്ടാണ്, എത്രയും എളുപ്പത്തിലായിരുന്നോ കാര്യങ്ങൾ നീങ്ങിയത്, അതോ എന്നിട്ട് എത്ര അവരുടെ കൂടെ ബാച്ച് പഠിച്ച എല്ലാ പിള്ളേർക്കും ഈ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, ഇതൊക്കെ അന്വേഷിക്കുക. അന്വേഷിച്ചിട്ട് ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ ഭാവി, കുട്ടികളുടെ ഭാവിയാണ്. നിങ്ങൾ ഇങ്ങനത്തെ ഒരു കരിയറിൽ പോയി കഴിഞ്ഞപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ചു, നിങ്ങൾക്ക് അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വല്ല മാനേജ്മെൻറ്റിലേക്ക് കിടക്കാം, നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം, അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇത് നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ലൈഫാണ് ഡിസൈഡ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാശ് മുടക്കി പഠിക്കുകയും ചെയ്തു, ലൈഫിൽ കുറേ വർഷം വേസ്റ്റ് ആവുകയും ചെയ്തു, എന്ന അവസാനം എൻഡ് ഓഫ് ദ ഡേ ഒന്നും ഇല്ലാതാവാന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമില്ല. അപ്പോൾ അത് വളരെ നല്ല റിസർച്ച് ചെയ്ത് അന്വേഷിച്ച് ചെയ്യാന്നുള്ളതാണ്. ഒന്നും മോശമെന്നല്ല ഞാൻ പറയുന്നത്, നല്ല ഇതൊക്കെയാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ യൂറോപ്പിൽ MBBS പഠിക്കാം, അങ്ങനൊരു ആഡ്സ് എപ്പോഴും കാണുന്നതാണ്. അപ്പോൾ യൂറോപ്പിലെ എല്ലാ കൺട്രീസും സെയിം അല്ലല്ലോ, എന്താണ് ഇതിലുള്ള ഡിഫറൻസ്? അല്ല, യൂറോപ്പിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ യുക്രൈൻ എന്ന് പറഞ്ഞ കൺട്രിയും യൂറോപ്പ് എന്ന് പറഞ്ഞ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പൊ ആൾക്കാർക്ക് യൂറോപ്പ് എന്താണെന്ന് വ്യക്തമായി അറിയില്ല. യൂറോപ്യൻ ഭൂഖണ്ഡത്തിലായതുകൊണ്ട് യൂറോപ്യൻ കോണ്ടിനെന്റിലാണെന്നുള്ളൂ. പക്ഷേ യൂറോപ്പ് എന്ന് പറയുന്നത് യൂറോപ്പിൻ്റെ ഉള്ളിലുള്ള കുറേ വേറെ രാജ്യങ്ങളുണ്ട്. യൂറോപ്പ് മാത്രമല്ല, ഏഷ്യൻ കൺട്രീസിലാണ് കുറേ MBBS നടക്കുന്നുണ്ട്. ഈവൻ ബംഗ്ലാദേശിൽ, നേപ്പാളിലും വരെ പിള്ളേർ ഇന്ത്യൻ സ്റ്റുഡൻസ് പോയിട്ട് MBBS പഠിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂറോപ്പ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ യൂറോപ്യൻ യൂണിയൻ്റെ ഉള്ളിലാവുമ്പോൾ അത് വേറൊരു സ്റ്റാൻഡേർഡും, യൂറോപ്യൻ യൂണിയൻ്റെ പുറത്താവുമ്പോൾ അത് വേറെ സ്റ്റാൻഡേർഡാണ്. യൂറോപ്യൻ യൂണിയൻ്റെ ഉള്ളിലെന്ന് പറയുമ്പോൾ നിങ്ങൾ യൂറോപ്യൻ യൂണിയൻ ഡോക്ടറാണ്. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഷെൻഗൻ വിസയാണ്. നിങ്ങൾക്ക് എല്ലാ രാജ്യത്തെയും ആക്സസ് ഉണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന കറൻസി ഒരു ഭൂരിഭാഗം കൺട്രിയിൽ യൂറോ ആണ്, ചില കൺട്രിയിൽ യൂറോ അല്ല. എന്നാൽ കൂടിയും ഒരു സിംഗിൾ സിസ്റ്റം, ഇവർക്ക് ബോർഡർ ഇല്ല. ഇവർക്ക് വിസ ഒരു കൺട്രിക്ക് കിട്ടിയ എല്ലാ രാജ്യത്തേക്കും വിസ കിട്ടിയ പോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെയാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ മെഡിസിൻ പഠിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അവിടെ പോയിട്ടാണ് നിങ്ങൾ മെഡിസിൻ പഠിക്കുന്നത്, അവിടെ പോയിട്ടാണ് നഴ്സിംഗ് പഠിക്കുന്നത്. അവിടെ ഇങ്ങനത്തെ ജോലിയുള്ള ആൾക്കാർക്ക് അവിടെ തന്നെ സെറ്റിൽ ആവാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവർ ഹൈ ഡിമാൻഡുമാണ്. അപ്പോൾ അവിടെ പഠിച്ച പിള്ളേർക്ക് ഈസി ആയിട്ട് അവിടെ തന്നെ ജോലി ചെയ്യാം. അതാണ് അതിൻ്റെ. പക്ഷേ യൂറോപ്യൻ യൂണിയൻ്റെ ഉള്ളിലുള്ള കൺട്രീസിൽ പഠിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉള്ളൂ. യൂറോപ്പിൻ്റെ ബോർഡറിൽ, യൂറോപ്യൻ ഭൂഖണ്ഡത്തിലായതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എന്താ പറയുക, അവിടെ യൂറോപ്പിനുള്ളിൽ, ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്റ്റുഡൻറ്റ് ആണെങ്കിൽ അവർക്ക് സൈപ്രസ്, മാൾട്ട, അയർലൻഡ്, UK ഇതാണ് അവർ ഈസിയസ്റ്റ് ഡെസ്റ്റിനേഷൻ. അതിൻ്റെ പാരലലി ഒരു വേറെ ഫോറിൻ ലാംഗ്വേജും പഠിക്കുകയാണെങ്കിൽ ആ കൺട്രിയിലേക്ക് അവർക്ക് പോവാം. ഓക്കെ, അതായത് ഫൈനൽ എക്സാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലൈസൻസ് കിട്ടുകയാണോ, അല്ലെങ്കിൽ അവർ സെപ്പറേറ്റ് ഒരു എൻട്രൻസ് എക്സാം എഴുതേണ്ടി വരുമോ അവിടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട്? യൂറോപ്യൻ യൂണിയൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കൺട്രിയിൽ നിന്നാണ് നമ്മൾ പാസ് ഔട്ട് ആവുന്നതെങ്കിൽ, അതായത് സെപ്പറേറ്റ് ഒരു എൻട്രൻസ് എക്സാം ഉണ്ടോ, ഒരു ലൈസൻസിന് വേണ്ടിയിട്ടുള്ളൊരു എക്സാം ഉണ്ടോ, അല്ലെങ്കിൽ ഫൈനൽ എക്സാം ആണോ കണക്കാക്കുന്നത്? അതല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരൊക്കെ എല്ലാം സെയിമാണ് എന്ന് പറയുമ്പോൾ അവർ ആ യൂറോപ്യൻ യൂണിയൻ സ്റ്റാൻഡേർഡ്സിലാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. പക്ഷേ യൂറോപ്പിൻ്റെ ഉള്ളിലാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഓരോ കൺട്രിയിൽ പഠിക്കാനായിട്ട് ആ കൺട്രിയുടെ അവിടുത്തെ രജിസ്ട്രേഷൻ എടുക്കണം. പക്ഷേ ഇവരുടെ സിലബസും ഇവരെ പഠിപ്പിക്കുന്നതൊക്കെ സെയിം സ്റ്റാൻഡേർഡ്സിലാണ്. അതായത് അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാൻ. എനിക്ക് ഇപ്പോൾ ഇറാസ്മസിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. ഇറാസ്മസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ക്രെഡിറ്റ് പോയിന്റ്സ് ഒക്കെ എല്ലായിടത്തും സെയിമാണ്. യൂറോപ്യൻ യൂണിയൻ മൊത്തത്തിൽ സെയിം. അവർ പഠിപ്പിക്കുന്ന സെയിം സിലബസാണ്. മനസ്സിലായോ? വെച്ച് കഴിഞ്ഞാൽ UK അടക്കം എല്ലാവരും ഫോളോ ചെയ്യുന്നത് ECTS, യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റത്തിലാണ് ഇവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജർമ്മനി പഠിക്കുന്നതും, നിങ്ങൾ ഫ്രാൻസിൽ പഠിക്കുന്നതും, നിങ്ങൾ ലിത്വേനിയ പഠിക്കുന്നതും, നിങ്ങൾ സ്ലോവാക്യ പഠിക്കുന്നതും സെയിമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ, ഓരോ രാജ്യത്തിനും അവരുടേതായ റൂൾസ് ഉണ്ട്. പക്ഷേ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആ സിലബസിൽ അനുസരിച്ചാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഇവിടുത്തെ പ്രശ്നം എന്താ, നിങ്ങൾ റഷ്യൻ രീതിയിൽ പഠിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു ജോർജിയൻ രീതിയിൽ പഠിച്ചിട്ട്, അല്ലെങ്കിൽ USML സിലബസിൽ നിങ്ങൾ പഠിച്ചൊരു കുട്ടി തിരിച്ചു വന്ന് ഇന്ത്യൻ സിലബസിനെ വെച്ച് കോമ്പീറ്റ് ചെയ്താണ് എക്സാം എഴുതി പാസ്സാവാൻ. കാരണം നിങ്ങൾ ഇന്ത്യയിലേക്കാണ് നിങ്ങൾ വന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വേറൊരു സിസ്റ്റത്തിൽ പഠിക്കുന്നത് കൊണ്ടാണ് ഇവിടെ വരുന്ന കുട്ടികൾക്ക് തൊറ്റടിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തത്. മനസ്സിലായോ? അപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ ഉള്ളിൽ അങ്ങനെ എക്സാംസ് ഓരോ കൺട്രിക്ക് ഓരോ റൂളാണ്. പക്ഷേ അങ്ങനെ എക്സാംസ് ഉണ്ടെങ്കിലും അതേ സിലബസിലാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് അതൊരു വലിയൊരു ചലഞ്ചായിട്ട് വരുന്നില്ല. നിങ്ങൾ ഇവിടെ ഗ്രാജുവേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെയും പാസ്സാവും. മനസ്സിലായോ? അപ്പോൾ ഈ യൂറോപ്യൻ യൂണിയൻ കൺട്രീസിൽ എത്രയാണ് ആവറേജ് ട്യൂഷൻ ഫീസ് വരിക? യൂറോപ്യൻ യൂണിയൻ കൺട്രീസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രൈവറ്റ് കോളേജിലൊക്കെ ഇച്ചിരി എക്സ്പെൻസീവ് ആണെന്ന് വേണം പറയാം. നമുക്ക് സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്നത് ഒരു 10 ലക്ഷം രൂപയെന്നൊക്കെ ഒരു വർഷം ട്യൂഷൻ ഫീന്ന് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ മുകളിലേക്ക് വരും. ഒരു വർഷം
അതിപ്പോൾ നമുക്ക് ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ്, ഇപ്പോൾ ലാറ്റ്വിയ, ലിത്വേനിയ, പോളണ്ട് ഇങ്ങനത്തെ കൺട്രീസിലൊക്കെ ഫീസ് ഈ 10 lakhs 12 lakhs അടുത്ത് വരും നിങ്ങൾക്ക്. പക്ഷെ വേറെ ക്യാപിറ്റേഷനോ ഡൊണേഷനോ അങ്ങനെ വലിയ ഇനീഷ്യൽ ഫസ്റ്റ് ടൈം വൺ ടൈം പേയ്മെൻറ്റ് ചാർജസ് ഒന്നും ഇല്ല. പക്ഷേ പിന്നെ വേറെ നിങ്ങൾ വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ് പോയി അതനുസരിച്ച് എക്സ്പെൻസീവ് ആവും. ഒരു വർഷം 35-40 ലക്ഷം കൊടുക്കണം നിങ്ങൾ UK പഠിക്കണമെങ്കിൽ. അപ്പം അത് ഒരു എക്സ്പെൻസീവ് അഫെയർ ആണ്. പക്ഷേ ഈ ഇപ്പോൾ ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിൽ പഠിച്ചാലും വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിൽ പഠിച്ചാലും വാല്യൂ സെയിം ആണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പോളണ്ടിലും ലിത്വേനിയയിലും ലാറ്റ്വിയയിലൊക്കെ കുറേ ബ്രിട്ടീഷ് സിറ്റിസൻസും ഐറിഷ് സിറ്റിസൻസൊക്കെയാണ് വന്ന് പഠിക്കുന്നത്. കാരണം അവിടെ പഠിച്ചാലും ഇവിടെ പഠിച്ചാലും സെയിം ആണ്. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ് ആണ്. ഇപ്പം നമ്മൾ ഒരു CBSE ബോർഡ് നമ്മൾ പനമ്പള്ളി നഗർ പഠിക്കുന്നതും നമ്മൾ കാക്കനാട് പഠിക്കുന്നതും 2 ഡിഫറെൻറ്റ് എക്സ്പോഷറാണ്. കാക്കനാടല്ല കാസർഗോഡ് പഠിക്കുന്നതും വ്യത്യാസമുണ്ട്. പക്ഷേ 2 ഡിഫറെൻറ്റ് എക്സ്പോഷറിൽ അവർ വളരണേ. പക്ഷേ അവർക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ സെയിം ആണ്. സിമിലർലി നിങ്ങളിപ്പോൾ പാരീസിൽ പഠിച്ചാലും ബെർലിനിൽ പഠിച്ചാലും നിങ്ങൾക്കിപ്പോൾ റിഗയിലോ വിൽനസിലോ വാർസോയിലോ പഠിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ സെയിം ആണ്. യു ക്യാൻ ഗോ ആൻഡ് കോമ്പീറ്റ് ഇൻ ദ സെയിം മാർക്കറ്റ്. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ പേരൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഇതൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് അവർക്ക് തോന്നാം. കാരണം ഒരു റിഗ്രസ് കോഴ്സാണ്, 6 years വരുന്ന കോഴ്സാണ്. ട്യൂഷൻ ഫീസിന് പുറമെ അവരുടെ ലിവിങ് എക്സ്പെൻസസും കാര്യങ്ങളൊക്കെ അവർ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ MBBS അക്കാഡമിക്കലി ഭയങ്കര ഇൻറ്റൻസീവ് ആയതുകൊണ്ട് തന്നെ അവർക്കൊരു പാർട്ട് ടൈം ജോബ് കണ്ടുപിടിക്കുക എന്നുള്ളത് അത്ര ഫീസിബിൾ ആയിട്ടുള്ള കാര്യവുമല്ല. അപ്പം അവർ ഇതിനെങ്ങനെ നോക്കിക്കാണണം എന്നാണ് സാറിൻ്റെ ഒരു ഒപ്പീനിയൻ? ഇതിൽ എന്താ പറയുക, പഠിച്ചാൽ നിങ്ങളിപ്പോൾ 20 ലക്ഷം മുടക്കിയാലും ആ മുടക്കണത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുമെന്നുള്ള ഒരു കാര്യം അങ്ങനെ ഒരു ടെൻഷനാണെങ്കിൽ ഇത് ഏത് കൺട്രിക്ക് പോകുമ്പോഴായാലും അവിടുത്തെ ഗ്രാജുവേറ്റ്സിൻ്റെ നിങ്ങൾ ഒരു 6 വർഷമോ 7 വർഷമോ 8 വർഷമോ കഴിഞ്ഞാൽ നിങ്ങൾ ജോബ് സെർച്ചിങ്ങിന് ഇറങ്ങും. അത് നിങ്ങൾ ഇപ്പോൾ ചെയ്യണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ ഇപ്പോൾ എൻ്റെ ലക്ഷ്യം ഇന്ത്യയിൽ ജോലി ചെയ്യാന്നുള്ളതാണെങ്കിൽ, ഇന്ത്യയിൽ ഡോക്ടറായിട്ട് ജോലി ചെയ്യാന്നുള്ളതാണെങ്കിൽ ആ ഒരു ജോബ് സെർച്ച് ചെയ്യുന്ന ഒരു ആളുടെ പോലെ അന്വേഷിക്കുക എന്തോരം വേക്കൻസീസ് ഉണ്ട്, ആ വേക്കൻസീസിൽ ബിഗിനേഴ്സിന് എന്തോരം ചാൻസസ് ഉണ്ട്, ബിഗിനേഴ്സിന് എൻ്റർ ആവാനുള്ള പോസിബിലിറ്റീസ്. നമ്മളൊരു ബിഗിനറായിട്ടാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബിഗിനറുടെ പോസിബിലിറ്റീസ് അന്വേഷിക്കുക, ബിഗിനേഴ്സിൻ്റെ സാലറി സ്കെയിൽ അന്വേഷിക്കുക. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളിത് എല്ലാ കൺട്രിക്കും ചെയ്യാം. നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ഓപ്ഷൻസിലും ഇപ്പോൾ ഇന്ത്യയിൽ പഠിക്കുന്ന കാര്യമായാലും ഇന്ത്യയിൽ 80 ലക്ഷം കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലും ഈ 80 ലക്ഷം കൊടുത്ത് പഠിക്കുമ്പോൾ എന്താണ് അവർക്ക് എന്തോരം ജോലിയുണ്ട്. അതേപോലെ നിങ്ങൾ ഓരോ കൺട്രിയിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ തിരിച്ച് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തോരം ഫ്രഷേഴ്സിന് എന്തോരം വേക്കൻസീസ് ഉണ്ട്. അവരുടെ പേ സ്കെയിൽ നിങ്ങൾ ഇൻ്റർനെറ്റിൽ ഡാറ്റ എടുക്കുന്നുണ്ടല്ലോ. ഇതിന്ന് പഴയ കാലമല്ല, നമുക്കെല്ലാം മൊബൈലിൽ അടിച്ച് നോക്കിയാൽ കാണാം. നിങ്ങൾക്ക് ജോബ് സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അത് നോക്കാം. യൂറോപ്യൻ യൂണിയൻ്റെ ഞാൻ പറയാം, യൂറോപ്യൻ യൂണിയൻ നിങ്ങൾ ഡാറ്റ നോക്കാം. ഒരു MBBS ഡോക്ടർ ഇനീഷ്യൽ സ്റ്റേജസിൽ എത്ര അവർക്ക് സാലറി എക്സ്പെക്റ്റ് ചെയ്യാം നിങ്ങളുടെ നെറ്റിലടിച്ച് നോക്കി നോക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മിനിമം 50,000 euros നിങ്ങൾക്ക് ആനുവൽ പാക്കേജ് വരും. ഈ 50 അവിടെ ഈ യൂറോപ്യൻ യൂണിയനിൽ പഠിക്കുമ്പോൾ ഒരു 50,000 ഒക്കെ ആനുവൽ പാക്കേജ് വരും. അവർ ഡോക്ടേഴ്സിന് ഹൈ ഇൻ ഡിമാൻഡാണ്. ഇവിടുന്ന് തന്നെ നഴ്സുമാരൊക്കെ ഇഷ്ടംപോലെ നഴ്സുമാർ ഇന്ത്യ കേരളം വേൾഡ് മൊത്തം നഴ്സുമാരെ സപ്ലൈ ചെയ്യുന്ന ഒരു കൺട്രി എന്ന് നല്ല രീതിയിലാണ്. നിങ്ങൾ എവിടെ പോയാലും ഒരു മലയാളി നഴ്സിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്നും അത് വലിയ രീതിയിൽ നടക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ അവർ ഹൈ ഡിമാൻഡാണ്. വിദേശത്തായാലും ഇവർക്ക് ഇവിടുത്തെ നഴ്സുമാരുടെ ശമ്പളവും വിദേശത്തെ നഴ്സുമാരുടെ ശമ്പളവും നിങ്ങൾ അവരെ വിളിച്ച് അന്വേഷിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക് ആ വ്യത്യാസം. അതുകൊണ്ടാണ് പിള്ളേർ പോണത്. അതേപോലെ തന്നെ നിങ്ങൾ അവിടുത്തെ ഡോക്ടർ ആകുമ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് ജോലിയും കിട്ടും. സെക്കൻഡ് നിങ്ങൾക്ക് ഈ ലെവൽ ഓഫ് സാലറിയും കിട്ടും. നിങ്ങൾ വീട് ഒക്കെ കൊളാറ്ററിൽ വെച്ച് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, കാശുള്ളവർക്ക് കുഴപ്പമില്ല. പക്ഷേ മിഡിൽ ക്ലാസ് ഫാമിലിയൊക്കെ ആണെങ്കിൽ അവരുടെ പിള്ളേർ പഠിക്കാൻ മിടുക്കന്മാരാണെങ്കിൽ അവരവിടുന്ന് പഠിച്ച് ഗ്രാജുവേറ്റ് ആവുകയാണെങ്കിൽ അവർക്ക് അപ്പം തന്നെ ഒരു ജോലിക്ക് നേരെ പ്രവേശിക്കാൻ പറ്റും. 6ാം വർഷം കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി 6 വർഷത്തെ പ്രോഗ്രാമാണ് അവിടെ ഉള്ളത്. അവർക്ക് ഒറ്റയടിക്ക് ജോലിക്ക് പ്രവേശിക്കാൻ പറ്റും. അതനുസരിച്ചുള്ള സാലറിയും കിട്ടും. അതനുസരിച്ച് അവർക്ക് ഈ മെഡിസിൻ എന്ന് പറയുന്നത് ഒരിക്കലും തീരുന്നില്ല പഠിപ്പ്. ഇത് കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ MD എടുക്കാനും മറ്റു കാര്യങ്ങൾക്കും സ്പെഷ്യലൈസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പോകണം. അപ്പോൾ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസും ഇവിടെ യൂറോപ്യൻ യൂണിയനിൽ തന്നെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ലാറ്റ്വിയ, ലിത്വേനിയ, പോളണ്ട്, മാൾട്ട എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ പഠിച്ചിട്ട് വാട്ട് ഇഫ് യു വാണ്ട് ടു മൈഗ്രേറ്റ് ടു കൺട്രീസ് ലൈക്ക് ന്യൂസിലൻഡോ ഓസ്ട്രേലിയയോ USA, UK, എന്താ ഇതിൻ്റെ എങ്ങനെയാണ്, ഹൗ ഇസ് ദ ഈസ് ഓഫ് ദ പ്രോസസ്? ഈസ് ഓഫ് ദ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യൂറോപ്യൻ യൂണിയൻ ആയതുകൊണ്ട് ഇവർക്കൊരു ആ ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ്സാണ് ഇവരിലുള്ളത്. യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുമ്പോൾ സ്വിറ്റ്സർലാൻഡും ജർമ്മനിയും ഫ്രാൻസ് ലോകത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ കൺട്രീസ്, ഏറ്റവും ഹൈ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്ന കൺട്രീസിൻ്റെ സിലബസിലാണ് നിങ്ങൾ പഠിക്കുന്നത്. അല്ലാതെ വേറെ ഏഷ്യൻ രാജ്യങ്ങൾ പോലെയല്ല, അല്ലെങ്കിൽ വേറെ യൂറോപ്യൻ യൂണിയൻ്റെ ഉള്ളിലല്ലാത്ത രാജ്യങ്ങളെ പോലെയല്ല. എല്ലാ രാജ്യങ്ങളിലും കിടക്കാനായിട്ട്, എല്ലാ രാജ്യത്തിലും എൻട്രി ചെയ്യാനായിട്ട് അവരുടേതായ ഫോർമാലിറ്റീസ് ഉണ്ട്. ബട്ട് നിങ്ങൾ ആ സ്റ്റാൻഡേർഡ്സിൽ പഠിച്ചതുകൊണ്ട്
ഇപ്പോൾ ലാറ്റ്വിയ, ലിത്വേനിയ, പോളണ്ട് ആയാലും യൂറോപ്യൻ യൂണിയൻ്റെ ഉള്ളിലായതുകൊണ്ട് നിങ്ങൾ അതിന് സെയിം സ്റ്റാൻഡേർഡ്സ് ആയതുകൊണ്ട് അവർക്ക് ഈസിയാണ് അവിടേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ. കമ്പയറിംഗ് എവിടെ ഇന്ത്യയിൽ പഠിക്കുന്നേക്കാളും വേറെ എവിടെ പഠിക്കുന്നേക്കാളും എളുപ്പത്തിൽ നിങ്ങൾ യൂറോപ്യൻ യൂണിയനിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് രാജ്യത്തേക്ക് വേണമെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, അവിടെ ഇപ്പോൾ സാലറി വൈസ് പറയുകയാണെങ്കിൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യണ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഇല്ലേ? അതായത് ഇപ്പോൾ ഇന്ത്യയിലുള്ളൊരു ഫ്രഷ് പാസ് ഔട്ടും നമ്മൾ ലാറ്റ്വിയെന്ന് അല്ലെങ്കിൽ ലിത്വേനിയെന്ന് പറഞ്ഞ പോലെ ഉള്ള യൂറോപ്യൻ യൂണിയൻ കൺട്രീസിൽ നിന്ന് പാസ് ഔട്ട് ആവുന്ന ഒരു ഗ്രാജുവേറ്റിൻ്റെ ലൈഫ് സ്റ്റൈലും തമ്മിലൊരു നല്ലൊരു വ്യത്യാസം ഉണ്ടല്ലോ. അതായത് ലാറ്റ്വിയ, ലിത്വേനിയ, പോളണ്ട്, മാൾട്ട, നമ്മൾ ആ കൺട്രീസിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കൺട്രീസിൽ നിന്ന് പാസ്സായിട്ടുള്ള ഒരു ഫ്രഷ് ഗ്രാജുവേറ്റിൻ്റെയും ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പാസ്സായിട്ടുള്ള ഒരു ഫ്രഷ് ഗ്രാജുവേറ്റിൻ്റെയും ലൈഫ് സ്റ്റൈലിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട്. ഇവരുടെ എന്താ പറയുക, അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ വാട്ട് ഡു യു ഹാവ് ടു സേ അബൌട്ട് ദാറ്റ്? അതായത് ഹൗ ഇസ് ദ ലൈഫ് ഓഫ് എ ഡോക്ടർ ഓർ എ ഫ്രഷ് ഗ്രാജുവേറ്റ് ഇൻ യൂറോപ്യൻ യൂണിയൻ കൺട്രീസ്? അവർക്ക് ഈ ഒരു കൺസേൺ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് ഇവിടെ ഇപ്പോൾ ഓപ്പൺലി പറയുകയാണെങ്കിൽ ദേ ഹാവ് സേഫ്റ്റി കൺസേൺസ്, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പരിമിതമായിട്ടുള്ള കണ്ടീഷൻസിലൊക്കെ ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടി വരും. ഇങ്ങനെയല്ല ഇതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ആൾക്കാർക്ക് യൂറോപ്യൻ യൂണിയൻ MBBS ഉള്ളിൽ പഠിച്ച MBBSനെ പറ്റി ആൾക്കാർക്ക് അവയർനെസ് ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ അവിടേക്ക് പോകുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ഇവിടെ 1 കോടി 2 കോടി കൊടുത്തിട്ട് ആൾക്കാർ ഇവിടെ പ്രൈവറ്റ് കോളേജിൽ കയറിയാലും അല്ലെങ്കിൽ വേറെ പൈസ കൊടുത്തിട്ട് അവിടെ പോയാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിരൽ എണ്ണാവുന്ന സ്റ്റുഡൻസ് മാത്രമേ ഈ യൂറോപ്യൻ യൂണിയനിൽ പോയി പഠിക്കുള്ളൂ. കാരണം അവർക്ക് അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഓവർ വർക്ക്ഡ്, അണ്ടർ പെയ്ഡ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. യൂറോപ്യൻ ഡോക്ടേഴ്സ് ഓൾവേസ് അവരെ ഒരു ഹൈ സ്കിൽഡ് കാറ്റഗറിയിലാണ് അവരെ കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഇമിഗ്രേഷനും അവരെ കൺസിഡർ ഇപ്പോൾ അവർക്ക് ഈസി ആയിട്ട് ഇപ്പോൾ ലാറ്റ്വിയയിലൊക്കെ ബ്ലൂ കാർഡിന് ഡയറക്റ്റ്ലി പെട്ടെന്ന് കിട്ടാനുള്ള അവിടെ വർക്ക് പെർമിറ്റ് കിട്ടുകയാണെങ്കിൽ ബ്ലൂ കാർഡ് അത് വെച്ച് കഴിഞ്ഞാൽ അവരെ കൺസിഡർ ചെയ്യണത് തന്നെ ഒരു വേറെ ഒരു നോർമൽ സിവിലിൻ്റെ പോലെയല്ല, അപ്പോൾ നോർമൽ ഒരു സിറ്റിസൻ്റെ പോലെയല്ല. അവർക്കൊരു സ്പെഷ്യൽ കൺസേൺ ഉണ്ട്. കാരണം ആ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി അത്രയും ഡോക്ടേഴ്സിനെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ ഫ്യൂച്ചർ ഒരു പ്രശ്നമാണെന്ന് ഞാൻ ഒരു കാരണവശാലും പഠിച്ച് മര്യാദയ്ക്ക് വർക്കിനോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള കുട്ടികൾക്ക് ഒരിക്കലും ഒരു ഫ്യൂച്ചറിൻ്റെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. കാരണം അവർക്ക് ഏത് രാജ്യത്തേക്ക് വേണം മൈഗ്രേറ്റ് ചെയ്യാം, അവർ ആഗ്രഹിക്കുന്ന പോലെ മൈഗ്രേറ്റ് ചെയ്യാം. അവർക്ക് അതിനുള്ള സാലറി ഉണ്ട്, അതിന് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഇതുണ്ട്. പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ആക്സസ് ടു ഓൾ ഷെൻഗൻ കൺട്രീസ്. അപ്പോൾ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യും, എല്ലാ രാജ്യത്തും കണ്ട് പഠിക്കും. അതേപോലെ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന സ്റ്റുഡൻസും പല രാജ്യത്തുള്ള പിള്ളേരാണ് നിങ്ങളുടെ കൂടെ പഠിക്കുന്നത്. വേൾഡ് വൈഡുള്ള ആൾക്കാർ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ നോക്കിയാൽ മതി, ഇപ്പോൾ റിഗ സ്റ്റാഡൻസ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ലിത്വേനിയൻ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്, വിൽനസ് യൂണിവേഴ്സിറ്റി, അങ്ങനെ വാർമിൻ മസൂരി യൂണിവേഴ്സിറ്റി, ഇതൊക്കെ ഇങ്ങനത്തെ യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുന്ന അവരുടെ ബാച്ചിലെ സ്റ്റുഡൻസ് ഇന്ത്യൻ സിറ്റിസൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 1-2 പേരുണ്ടാവുള്ളൂ ഒരു ബാച്ചിൽ. ബാക്കി എല്ലാതും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു എക്സ്പോഷറിലാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ മാറ്റം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് മാറ്റം ഉണ്ടാവുന്നത്. നല്ല രീതിയിലും ചീത്ത രീതിയിലും മാറ്റങ്ങൾ ഉണ്ടാവാം. പക്ഷെ അത് ഓരോ വ്യക്തി ഓരോ ഇൻഡിവിജ്വൽ അനുസരിച്ചിരിക്കും. പക്ഷേ അവിടെ ബെറ്റർ ആണ് എല്ലാം കൊണ്ടും. ഒരു എക്സ്പീരിയൻസ് ചെയ്യാനും എക്സ്പോഷർ കിട്ടാനും പിന്നെ ഫ്യൂച്ചറും കമ്പാരിറ്റീവ്ലി ബെറ്ററാണ്. പക്ഷേ ഞാനിപ്പോൾ പറയുന്നത് കൊണ്ട് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന രീതിയിൽ പറയണതല്ല. നിങ്ങൾ ഈ പറഞ്ഞ ഡേറ്റയും കാര്യങ്ങളൊക്കെ ഇൻ്റർനെറ്റിൽ എടുക്കുന്നുണ്ട്. ഇതൊക്കെ അന്വേഷിച്ച് നോക്കിയും കണ്ടും ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആ ഒരു 6 years കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനീഷ്യൽ വർക്കിംഗ് ഇയേഴ്സിൽ തന്നെ നമ്മൾ ലോൺ എടുത്തിട്ടുള്ളതെങ്കിൽ അത് റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എത്ര പൈസ എത്ര കിട്ടിയാലും നമുക്ക് എല്ലാവർക്കും ഒരേപോലത്തെ എക്സ്പെൻസ് അല്ലല്ലോ. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഒരു ഡോക്ടർ ആണെങ്കിൽ 50,000 euro സാലറി ഉണ്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ലെവൽ ഓഫ് ലൈഫ് സ്റ്റൈൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലാതെ കിട്ടുന്ന പൈസ മുഴുവൻ എടുത്ത് ലോൺ അടയ്ക്കാൻ പറ്റുമെന്ന് അതിന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും വേറെ സെറ്റ് ഓഫ് ലൈഫ് സ്റ്റൈലാണ്. പക്ഷേ നമ്മൾ ഇന്ത്യൻസ് സ്വതവേ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ കാര്യങ്ങൾ ആദ്യം ഒതുക്കിയിട്ടാണ് ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളങ്ങനെ ഒരു ലോണിലാണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട്. വേറെ എല്ലാ രാജ്യങ്ങളിലും അതിനുള്ള അവസരം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കുക, എന്നിട്ട് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നീറ്റ് എഴുതുന്ന എല്ലാവരും MBBS മാത്രമല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ വെറ്റിനറി മെഡിസിൻ, ഡെന്റിസ്ട്രിക്ക്, അതുപോലെ വേറെ ഹെൽത്ത് കെയർ പ്രോഗ്രാംസിന് താല്പര്യമുള്ള കുട്ടികളും നീറ്റ് എഴുതുന്നുണ്ട്. അപ്പം മെഡിസിന് മാത്രമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻസും ഇങ്ങനത്തെ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറയുമ്പോൾ നമ്മൾ ഇവിടെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ
കുറേ പൈസ കൊടുത്ത് ഡോക്ടറായിട്ട് ജോലിയുടെ സാധ്യത ഇല്ലാതിരിക്കുന്നതിലും നല്ലത് കുറച്ച് പൈസ കൊടുത്ത് നേഴ്സായിട്ട് ആ ഒരു എക്സ്പോഷറിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. വളരെ ചുരുങ്ങി ഇപ്പം വളരെ നിസ്സാര പൈസയ്ക്ക് ഒരു 3 ലക്ഷം രൂപയുടെ താഴെ ട്യൂഷൻ ഫീൽ നിങ്ങൾക്ക് പോളണ്ടിൽ നഴ്സിംഗ് പഠിക്കാം. IELTS ഈ പറഞ്ഞ പോലത്തേക്കൊന്നും IELTSൻ്റെ ആവശ്യമില്ല, നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റ് മതി. പിന്നെ അതിലേക്കായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ നിന്ന് ഇപ്പൊ നീറ്റ് കഴിഞ്ഞ് നിൽക്കുന്ന ക്ലൂലെസ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ആപ്ലിക്കേഷൻ ഇടണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് അവർ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അല്ല, നിങ്ങളുടെ വൺസ് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ IELTS വേണ്ട, ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് IELTS നിങ്ങൾ +2 സർട്ടിഫിക്കറ്റ് മാത്രം മതി. അവർ നീറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നില്ല. കാരണം നമ്മൾ തിരിച്ച് ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യുന്ന ഒരു പോസിബിലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നീറ്റ് ക്വാളിഫൈഡ് പോക്കോ. പക്ഷെ അവരെ സംബന്ധിച്ച് അതൊരു കൺസേൺ അല്ല. അപ്പോൾ അവിടെ നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ലേറ്റായി ഇപ്പോൾ സെപ്റ്റംബറിലേക്ക് നിങ്ങൾ ലേറ്റ് ആയാലും ഫെബ് ഇൻടേക്കിൽ ഓപ്പൺ ആയിട്ടുള്ള വളരെ ചുരുക്കം യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫെബ് ഇൻടേക്കിലും നിങ്ങൾക്ക് കയറി പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇയർലി 2 ഇൻടേക്ക് മെഡിസിൻ ഉണ്ടാവാറുണ്ടോ? ഇയർലി 2 ഇൻടേക്ക് ഇല്ല, വളരെ ചുരുക്കം യൂണിവേഴ്സിറ്റീസിലാണ് 2 ഇൻടേക്ക് ഉള്ളത്. അതെ. അപ്പോൾ ഇപ്പോൾ കറന്റ്ലി ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റീസും ക്ലോസ്ഡ് ആയെന്ന് തോന്നുന്നു. ഇപ്പോൾ വാർമിയ ആൻഡ് മസൂരി മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഇനിയും ലേറ്റ് ആക്കിയാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് എന്തുകൊണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ ഫ്ലോ ഇല്ലാത്തത് കൊണ്ട് മാത്രമില്ല എന്നുള്ളതാണ് സത്യം. ഇന്ത്യൻസിന് അത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയും ഫെബ് ഇൻടേക്കോ ഒക്കെ ഓപ്പൺ ആക്കാൻ സാധ്യതയുണ്ട്. കറന്റ് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ സ്റ്റുഡൻസ് ഹെസിറ്റേറ്റ് ചെയ്യാനൊരു കാര്യം എന്ന് പറയുന്നത് നീറ്റ് കഴിഞ്ഞതിൻ്റെ റിസൾട്ട്സ് വന്ന് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയി ദേ വോണ്ട് ടു ട്രൈ ദെയർ ലക്ക് ഫസ്റ്റ്. അതാണ് അവർ ഈ ഡിസിഷൻസ് ഉണ്ടാക്കാൻ ഡിലേ വരുത്തുന്ന ഒരു കാര്യം. പക്ഷെ അവർ മനസ്സിലാക്കാത്തതെന്ന് വെച്ചാൽ അവരൊരു ഡിസിഷനിലേക്ക് എത്തുമ്പോഴേക്കും മേ ബി യൂണിവേഴ്സിറ്റീസ് ഈ ഇയറിലേക്ക് ക്ലോസ് ആയിട്ടുണ്ടാവും. പിന്നെ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് നെക്സ്റ്റ് ഇയർ അല്ലേ. ഇവിടെ യൂറോപ്യൻ യൂണിയൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാന്ന് മാത്രമുള്ളതല്ല, പൈസ കൊടുത്ത് അഡ്മിഷൻ എടുക്കാമെന്ന് മാത്രമുള്ളതല്ല, അതിൻ്റെ പ്രൊസീജിയർ പോയി കംപ്ലീറ്റ് ചെയ്ത് കറക്റ്റ് ടൈമിൽ അവിടെ എത്താന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇത് മനസ്സിൽ വയ്ക്കുക, ഇതിൻ്റെ കാര്യങ്ങൾ നീക്കുക. താല്പര്യമുള്ള പിള്ളേരാണെങ്കിൽ ഇത് നിങ്ങൾ നോക്കുക. പക്ഷേ ഫെബ് ഇൻടേക്കിൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഓപ്പൺ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അവിടെ നിങ്ങൾ അതിൻ്റെ ഡെഡ് ലൈൻ ആവുന്നതിന് മുമ്പ് നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഫെബ് ഇൻടേക്കിലേക്ക് അഡ്മിഷൻ എടുക്കണം എന്ന് താല്പര്യമുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ എപ്പോൾ ആള് പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യണം? ഫെബ് ഇൻടേക്ക് ആണ് നോക്കുന്നത്. കാരണം ഇവിടെ പിള്ളേർക്ക് റിസൾട്ടൊക്കെ വന്ന് സർട്ടിഫിക്കറ്റ് കൈ കിട്ടിയിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാ അലോട്ട്മെൻറ്റും കഴിഞ്ഞിട്ടാണ് ഡിസിഷൻ എടുക്കുന്നത്. അല്ല, ആദ്യമേ നമുക്കൊരു രക്ഷയില്ല എന്ന് കാണുന്ന ആൾക്കാർ ആദ്യമേ ശ്രമിച്ചു തുടങ്ങും. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അഡ്മിഷൻ എടുത്ത് നമുക്ക് നാളെ കയറി പോകാൻ പറ്റില്ല. വിസ പ്രോസസ്സ് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് എല്ലാ രാജ്യത്തും. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ എത്രയും നേരത്തെ ചെയ്തു തുടങ്ങാം. സീറ്റ് പിന്നെ അവരുടെ ഡെഡ് ലൈൻസും പെട്ടെന്ന് അവസാനിക്കും. കാരണം നമുക്ക് വേറെ പ്രോഗ്രാമിന് പോണ പോലെയല്ല മെഡിസിന് പോണത്. മെഡിസിന് ഇപ്പോൾ നിങ്ങൾക്ക് 10 ലക്ഷം കൊടുത്ത് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ആഴ്ചയുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ അത്രയും എക്സ്പെൻസീവ് ആയിട്ടാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ തൊട്ട് പോകണമെങ്കിൽ എത്ര നേരത്തെ കൊടുക്കാൻ പറ്റും അത്ര നേരത്തെ കൊടുക്കാം. ഓക്കെ. അപ്പോൾ എന്തൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, IELTSൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, പിന്നെ 12th 60% മാർക്സ് ഉണ്ടെങ്കിൽ കുട്ടിക്ക് അപ്ലൈ ചെയ്യാം. എന്താണ് യൂണിവേഴ്സിറ്റി ഇന്റർവ്യൂസ് അവർ ക്രാക്ക് ചെയ്യേണ്ടി വരും? എൻട്രൻസ് ടെസ്റ്റ് ഒക്കെ ഉണ്ടാവുമോ? എൻട്രൻസ് ടെസ്റ്റ് ഉള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. മെയിനായിട്ട് കെമിസ്ട്രി ബയോളജിയിലാണ് എൻട്രൻസ് ടെസ്റ്റ് വരുന്നത്. ഇല്ലാത്ത യൂണിവേഴ്സിറ്റീസും ഉണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഏത് യൂണിവേഴ്സിറ്റീസാണോ ഓപ്പൺ ആയിട്ടുള്ളത് അതനുസരിച്ചാണ് വരാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു ബേസിക് ഹൈസ്കൂൾ ലെവൽ ഓഫ് ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ട് ചില യൂണിവേഴ്സിറ്റീസ് അതില്ല. പക്ഷേ ചില യൂണിവേഴ്സിറ്റിയിൽ മോട്ടിവേഷൻ ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പം അങ്ങനത്തെ ഓരോ യൂണിവേഴ്സിറ്റി വൈസ് ഓരോ പ്രൊസീജിയർ ഉണ്ട്. മാൻഡേറ്ററി ക്രൈറ്റീരിയ ആർക്കാണ്? അവിടെ തിരിച്ച് ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നീറ്റ് എന്തായാലും മാൻഡേറ്ററി ക്രൈറ്റീരിയ ആണ്. ലോകം ചെറുതായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ എല്ലാ ദിവസവും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ പല ഭാഗത്തേക്ക്. അപ്പം നമ്മൾ ഇന്ത്യയിൽ തന്നെ നിൽക്കുക, ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്യേണ്ട ഒരു ആഗ്രഹം, അത് ഞാൻ പറഞ്ഞല്ലോ, മാർക്കറ്റ് അന്വേഷിക്കുക. ഇത് ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നിങ്ങൾ ഒരു 10-23-24 വയസ്സാകുമ്പോഴേക്കും പഠിച്ചിറങ്ങുന്നു, അതനുസരിച്ച് ആ ലെവലിൽ ജോലി നിങ്ങൾക്ക് കിട്ടുന്നു. ഇതിപ്പോൾ നമ്മൾ ഫ്രഷ് ഗ്രാജുവേറ്റ്സ് മാത്രമല്ല ഇൻ ദ പിക്ചർ. സത്യം പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് ചിലപ്പോൾ 4-5 വർഷം ഇതിനു വേണ്ടി കളഞ്ഞ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു റിസൾട്ട് കൂടി ആയ സ്ഥിതിക്ക് ഭയങ്കര ഹോപ്പ്ലെസ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് വേറെയും ഉണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഏജ് ലിമിറ്റ് ഒരു ഫാക്ടർ ആയിരിക്കില്ലേ? അവർ ആ ഇയർ ഗ്യാപ്പ് എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യും? അത് യൂറോപ്യൻ യൂണിയനിലേക്ക് അവിടെയുള്ള യൂണിവേഴ്സിറ്റീസിലേക്ക് കടക്കാൻ ഒരു തടസ്സമായിരിക്കും. അതിപ്പോൾ നിങ്ങൾ ഒരു 12 ലക്ഷം 10 ലക്ഷം കൊടുത്ത് ഒരു മെഡിസിൻ പോലത്തെ ഒരു പ്രോഗ്രാം പെർസ്യൂ ചെയ്യുമ്പോൾ നിങ്ങളുടെ മോട്ടിവേഷനിൽ അവർക്ക് വലിയ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. നിങ്ങൾ ലോ ബഡ്ജറ്റ് പ്രോഗ്രാംസിന് ഏറ്റവും ഫീസ് കുറഞ്ഞ യൂണിവേഴ്സിറ്റി അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴാണ് അവരുടെ മോട്ടിവേഷനിൽ ക്വസ്റ്റ്യൻ വരുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് 35-ആം വയസ്സിലും 40-ആം വയസ്സിലും നിങ്ങൾക്ക് ഈ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണം പഠിക്കാം. 75 വയസ്സായ ആൾക്കാർ വരെ ആ പ്രായത്തിൽ അവർക്ക് അതൊരു
എന്തിനാണെന്നറിയില്ല അങ്ങനത്തെ ആപ്ലിക്കൻസ് വരെ എടുത്തിട്ടുണ്ടെന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. നമ്മുടെ ഡിസ്കഷന്റെ ഒരു എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ സാറിന് എന്താണ് ഇത് കേട്ടിരിക്കുന്ന സ്റ്റുഡൻസിനോടും പേരൻസിനോടും പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഈ ഒരു പാനിക് സിറ്റുവേഷൻ ചിലവർക്ക് അങ്ങനെ ആയിരിക്കും, ചില ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും. അത് ഡിസപ്പോയിൻറ്റഡ് ആവേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, കാരണം ഇത് അത്രയും ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാം എഴുതിയിട്ടാണ് നിങ്ങൾ അത്രയും ബെസ്റ്റ് ആൾക്കാരോട് കോമ്പീറ്റ് ചെയ്യണത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ നമുക്ക് അവരെ ബീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അതുകൊണ്ട് നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവേണ്ട കാര്യമില്ല. വേറെയും ഓപ്ഷൻസ് ഉണ്ട്. വേറെ ഓപ്ഷൻസ് നിങ്ങൾ അന്വേഷിക്കുമ്പോൾ എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കാതിരിക്കുക. നിങ്ങൾ ആ രാജ്യത്തെ പറ്റി പഠിച്ച് നിങ്ങളുടെ ഗ്രാജുവേഷന് ശേഷം 6 വർഷം 5 വർഷത്തിന് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ശേഷമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. അവിടെ പഠിച്ച് ഇറങ്ങിയ സ്റ്റുഡൻസിനോട് ചോദിക്കുക. പിന്നെ അവർക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അവർക്ക് കിട്ടുന്ന പേ സ്കെയിൽ, അവർക്ക് കിട്ടുന്ന വർക്കിംഗ് കണ്ടീഷൻസിനെ പറ്റിയൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട്, അഡ്മിഷൻ അല്ല ഇമ്പോർട്ടൻറ്റ്, നിങ്ങളുടെ കരിയറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ കരിയറിൻ്റെ ഉള്ള കാര്യം നിങ്ങൾ ഇപ്പോൾ ആലോചിച്ചിട്ട് റിസർച്ച് ചെയ്തിട്ട് അതിന് ആൾക്കാരെ കൺസൾട്ട് ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇവൻ ദോ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിലും ചില പാരൻസിനെങ്കിലും വിചാരിക്കാമല്ലോ, ദിസ് ഇസ് എ ഹ്യൂജ് എമൗണ്ട് ഫോർ അസ്. അതായത് ഇപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് ഒരു ഏകദേശം 80 lakhs ചിലവ് തന്നെ ഉണ്ട്. മേ ബി അതിന് മേളിൽ ചിലവ് വരും. അപ്പം ഇതിൻ്റെ അഫോർഡബിലിറ്റി ഒരു വലിയ ഫാക്ടർ അല്ലേ? പേരൻസിന് അങ്ങനെ ചിന്തിക്കാമല്ലോ, ഇത്രയും വലിയ ലോൺ എടുക്കുക എന്നുള്ളത് ഒരു വലിയ ബാധ്യതയായിട്ട് അവർക്ക് കാണാം. സോ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നാണ് സാറിൻ്റെ അഭിപ്രായം? ഇതിലിപ്പോൾ എനിക്കറിയുന്ന കേസസിൽ വളരെ മിഡിൽ ക്ലാസ്, വളരെ സാധാരണ വീട്ടിലെ കുട്ടികൾ ഇത് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നിങ്ങൾ എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും നിങ്ങൾ ഒരു ലോൺ എടുത്തിട്ട് പോയവരായാലും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ ഇറക്കി ചെയ്യണവരായാലും ഈ പൈസ തിരിച്ച് എന്താ പറയുക, ഇപ്പം ഇവിടെയൊക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു 6 വർഷം കുട്ടിക്ക് പാർട്ട് ടൈം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വേറൊരു സത്യമാണ്. വേറൊരു സിറ്റുവേഷൻ അങ്ങനെയാണ്. ഇനിയിപ്പം കാരണം എന്നാലും നിങ്ങൾക്ക് അക്കാഡമിക്സിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അക്കാഡമിക്സിൽ അത്രയധികം അറ്റൻഷൻ വേണ്ട ഒരു മേഖലയാണ്. പക്ഷേ കുട്ടികളെ വേറെ പ്രഷർ നിങ്ങൾക്ക് കൊടുക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ പ്രഷർ അതിന് ശേഷം എടുക്കാൻ അവർ കേപ്പബിൾ ആവും. ഒരു 6 yearsന് ശേഷം ഈ 80 ലക്ഷത്തിൻ്റെ 1 കോടിയുടെയോ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ അവർക്ക് ഉണ്ടെങ്കിൽ അത് അവർക്ക് മീറ്റ് ചെയ്യാനുള്ള രീതിയിലാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ പിള്ളേർ പഠിക്കാൻ മിടുക്കുള്ള കുട്ടികളും അവരുടെ കരിയറിൽ സീരിയസ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ വീട്ടുകാർ ഇച്ചിരി റിസ്ക് എടുത്തിട്ട് ചെയ്താലും അവർക്കൊരു ഫ്യൂച്ചർ ഉണ്ടാവും എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഇറക്കുന്ന പൈസ, നമ്മൾ ചിലവാക്കുന്ന പൈസ ഏത് രീതിയിൽ, ലോൺ ആയിക്കോട്ടെ എങ്ങനെ രീതിയിലായിക്കോട്ടെ, അത് അവർക്ക് തന്നെ തിരിച്ച് സമ്പാദിക്കാനും പറ്റുന്ന സാഹചര്യങ്ങളാണ്. ജസ്റ്റ് നിങ്ങൾ ജോബ് സെർച്ച് ചെയ്തിട്ട് സാലറി പാക്കേജ് നോക്കിയാൽ മതി. ആസ് എ ഫ്രഷർ നിങ്ങൾ ജോബ് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ആ സാലറി പാക്കേജ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രം ചെയ്യുക. അപ്പം സ്വാഭാവികമായിട്ട് നിങ്ങൾ ലോൺ എടുത്ത് പോകുന്നവർക്ക് അവിടെ പഠിച്ചു കഴിഞ്ഞ 1 വർഷത്തിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, തിരിച്ചടവ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം 1 കോടി എന്നല്ല പറയുന്നത്, ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് മാറും. അപ്പോൾ ആ സമയം കൊണ്ട് അവർ സെറ്റിൽ ആവുകയാണെങ്കിൽ വേറെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അവർ പഠിക്കാൻ സീരിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. വെറുതെ ഒരു ഡ്രീം കൊണ്ടുനടക്കാമെന്ന് മാത്രമല്ല, അതിന് ഡിസർവിങ് കൂടി ആണെങ്കിൽ ആ കുട്ടികൾക്ക് അത് ഈസി ആയിട്ട് പുൾ ഓഫ് ചെയ്യാമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.